Good morning, students. Today we are going to discuss the topic environment and sustainable development. Growth has its attendant evils. Industrialization creates problems like deforestation, degradation, overcrowding in cities, pollution, etc. Any development that destroys environment is not sustainable. Sustainable development is eco-friendly. ഇൻഡസ്ട്രിയലൈസേഷൻ ആരംഭിച്ചപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രകൃതിയിലുണ്ടായി. ഒന്ന് ഓവർ ക്രൗഡിങ് ഇൻ സിറ്റീസ്, അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, പൊല്യൂഷൻ, ഇതെല്ലാം ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ ആവശ്യമാണ്. പക്ഷേ അതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കുന്നു. വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? വി ക്യാൻ ഡിഫൈൻ environment as the planetary inheritance. These resources includes biotic resources and abiotic resources. Biotic resources includes all living things like plants, forests, fisheries, microorganisms, worms, insects, birds, animals, etc. Then abiotic factors includes air, water, sunlight, land, etc. Environment means all the resources we have in our earth. ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സസിനും കൂടി പറയുന്നതാണ് എൻവയോൺമെൻറ്റ്. അതിൽ ജീവനുള്ളവയും ഇല്ലാത്തവയും ഉൾപ്പെടുന്നു. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്? എന്താണ് ഈ പ്രകൃതിയുടെ ധർമ്മം? ഫസ്റ്റ് വൺ ഈസ് സപ്ലൈസ് റിസോഴ്സസ്. അവർ എൻവയോൺമെൻറ്റ് സപ്ലൈസ് റിസോഴ്സസ് ടു us. These resources are divided into renewable resources and non-renewable resources. Both these types of resources are supplied by environment. Renewable resources are otherwise known as regenerating resources. വീണ്ടും നിർമ്മിക്കാൻ സാധിക്കുന്ന റിസോഴ്സസിനെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. സൺലൈറ്റ്, വാട്ടർ, സൺഷൈൻ, എക്സെട്ര ആർ നോൺ ആസ് renewable resources. Non-renewable resources means these resources are not able to regenerate. നമുക്ക് വീണ്ടും പുനർനിർമ്മിക്കാൻ സാധിക്കാത്ത റിസോഴ്സസ് ആണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ദാറ്റ് ഈസ് കോൾ, പെട്രോളിയം, എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രൂപ്പ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. The second function of environment is assimilates waste. The environment has the ability to absorb waste. രണ്ടാമത്തെ ധർമ്മമാണ് വലിച്ച് എടുക്കുക. നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റ് മുഴുവൻ പ്രകൃതി വലിച്ചെടുത്ത് അത് വീണ്ടും പ്രകൃതിക്ക് തന്നെ ഉതകുന്ന അനുയോജ്യമായ വളങ്ങളാക്കിയിട്ട് മാറ്റുന്നു. The second function is assimilates waste. Then third duty is sustain life in earth. Human life is supported and sustained by biological systems like crop, fisheries, freshwater system, etc. ഭൂമിയിൽ ജീവൻ നിലനിർത്തുക, അത് എൻവയോൺമെൻറ്റിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ്. ദ ഫോർത്ത് ഫങ്ഷൻ ഈസ് പ്രൊവൈഡ് ഈസ്തെറ്റിക് സർവീസസ്. ദ എർത്ത് പ്രൊവൈഡ് ബ്യൂട്ടിഫുൾ സീനറി. By providing sceneries like mountains, rivers, etc.,
provide us flowers, forests, etc. give aesthetic services to human beings. So there are mainly 4 functions for environment. First one is supplies resources, assimilates waste, sustain life, and fourth one is provide aesthetic services. Then next topic is carrying capacity and absorptive capacity. If the utilization of resources is within the carrying capacity, utilization can be sustainable. പ്രകൃതിക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള റിസോഴ്സസിൻ്റെ ഉപയോഗമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് പ്രകൃതിക്ക് താങ്ങാവുന്നതാണ്. താങ്ങാവുന്നതിലധികം ഓവർ യൂസ് ഓഫ് റിസോഴ്സസ് ലീഡ്സ് ടു natural degradation. Then absorptive capacity is the capacity of the environment to absorb degradation. പ്രകൃതിക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം വേസ്റ്റ് പ്രകൃതിയിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിക്ക് അധികമാണ് എന്ന് പറയുന്നു. കൂടുതൽ വേസ്റ്റ് വരുമ്പോൾ പ്രകൃതിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. This leads to the problems of global warming and ozone depletion. കൂടുതൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾ കൂടുതൽ റിസോഴ്സസ് ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നു. അത്യാഗ്രഹം, ആവശ്യത്തിലധികം റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതിക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം വേസ്റ്റ് പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്നു. ഇത് രണ്ടും പ്രകൃതിയെ വളരെയധികം ദോഷമായി ബാധിക്കുന്നു. This leads to global warming. What you mean by global warming? Global warming means increase in the temperature of Earth's atmosphere. താപനില ഉയരുക, പ്രകൃതിയിൽ താപനില ക്രമാതീതമായി ഉയരുന്നതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ഇൻക്രീസിങ് റിലീസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതലായിട്ട് പ്രകൃതിയിലേക്ക് പുറന്തള്ളുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഇനി എപ്പോഴാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രകൃതിയിൽ കൂടുതലായി ഉണ്ടാകുന്നത്? വെൻ വി ബേൺ the fossil fuels like coal and petrol, then when we burn animal dung, etc. This leads to global warming. What are the consequences of global warming? Global warming leads to melting of polar ice, climate change, rising sea level, coastal floodings, scarcity of drinking water, droughts and famines, increasing diseases, etc. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പോളാർ ഐസ് ഉരുകുന്നു, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നു, വരൾച്ച ഉണ്ടാകുന്നു, ഫാമിൻസ് പട്ടിണി, കൃഷിയൊക്കെ നശിച്ചുപോയി പട്ടിണി ഉണ്ടാകുന്നു. അതുപോലെ റൈസിങ് സീ ലെവൽ, കടലിൻ്റെ ലെവൽ ഉയരുന്നു. ഇതെല്ലാം വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് വരുത്തുന്നു. In order to reduce these problems, our United Nations organization submit several seminars in different parts of the world. The first such summit is undertaken during the year 1997 at Kyoto in Tokyo. Kyoto in Japan. ജപ്പാനിലെ കൊയോട്ടോ എന്ന സ്ഥലത്ത് വെച്ച് UN അസംബ്ലി കൂടുകയുണ്ടായി. അതിനുശേഷം in 2009 another summit was called by UN in
കോപ്പൻഹേഗൻ ഇൻ ഡെൻമാർക്കിൽ വെച്ച് 2009 വേറൊരു സമ്മേളനം കൂടി, വീണ്ടും 2015 പാരീസിൽ വെച്ചും ഒരു ലോക രാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. UN Assembly put forward several measures to reduce the problem of global warming. So, dear students, please read these topics very well. Thank you.